അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോണ്ട, ഇങ്ങോട്ടന്നെ നോക്ക്. ഞാനാ ചൂല്. ഈ വീട്ടിൽ എന്തിനു വേദനും ഞാൻ വേണം. പാവ ഉതുമ്പ് മതിച്ചു പോയി. ഉതുമ്പിനെ കുതിച്ചിതാ. എടിയേ, ഇവിടെ മൊത്തം ചെലന്ത് വിലയാണല്ലോ. ആ ചൂലിങ് എടുത്തേ. അയ്യോ, എന്റെ പൊതയിൽ ആരുമില്ല, അപ്പൊ ഞാൻ തന്നെ പോന്നു. ഇങ്ങോട്ട് ബാധ. അപ്പൊ ഞാൻ പോയിട്ടെ ചില കുണ്ടിക്ക് 2 അടി കൊടുത്തിട്ട് വരാവേ. അമ്മ ചൂല്, മനുഷ്യ ചൂല്. ആശാനെ പതിയടി, പതിയെ ആശാനെ പതിയെ ചലഞ്ചിക്കുന്നു. ഇടയ്ക്ക് കരണ്ട് ആശാനെ നോക്കിയടി. ആശാനെ പൈൽസ് ഉള്ള ഒരു ചെറുത് ചന്തി വീർത്തിരിക്കുന്നു. ആശാനെ അടിക്കല്ലേ കൊല്ലല്ലേ അതിന്. ആ കുഴപ്പമില്ല, ഉള്ളാട്ടെ. പക്ഷേ ഇതുകൊണ്ട് മാത്രം എന്റെ ജോലി കഴിഞ്ഞില്ല. പതിയെ വരെ ചേച്ചി ഒരഞ്ഞൊരഞ്ഞ് ചത്തു പോകുന്നു. കരിയിലൊക്കെ നല്ല ചേച്ചി എന്റെ അണ്ണാക്കിൽ ഒരു കരിയിലായിട്ട് കുത്തി കയറിയേക്കുന്നു. അതായത് ഊരി മാറ്റുന്നു. ഊരി മാറ്റിയിട്ട് തൂക്കാൻ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്റെ ഈർക്കിൽ. എന്തിനാ കുണ്ടിക്കടിക്കുന്നെ? പെണ്ണുമ്പിള്ള നിങ്ങളുടെ ഒരു 100 വട്ടം പണ്ടുണ്ടെ ചാമ്പല് വാര ഉപയോഗിക്കല്ലേ എന്റെ ഗ്ലാമർ പോകുന്നു. ഇവരെന്തി കാണിക്കുന്നത്? ഇയാള് എന്നെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാ. പട്ടിയുടെ തീട്ടന്മാരാ എന്നെ കിട്ടത്തില്ല. എനിക്ക് വയ്യാന്ന്. തീട്ടന്മാരല്ലേ കോരല്ലേ. ഇങ്ങനെ ഇട്ട് ഇതിനകത്ത് അങ്ങ് പൂട്ടിയാലോ. ചേട്ടാ, അത് കഴിഞ്ഞോ? ആണ്ടാ കഴിഞ്ഞു. എന്നാ ടെറസിന്റെ മണ്ടയ്ക്ക് പോയി തൂക്കട്ടെ. ടെറസിന്റെ മണ്ടയ്ക്ക് ഇനിയോ? മണ്ടക്കോട്ട് പോകുന്ന വഴിക്ക് ഒരു മണ്ടയ്ക്ക് താഴോട്ടങ്ങ് വീണ് നടുവടിഞ്ഞ് കിടന്നാ മതിയായിരുന്നു. അതിന്റെ ഊട്ടയിലൊക്കെ പാമ്പ് കാണും, ചിലപ്പോ കയറി കൊത്തുന്നു എന്റെ ദേഹത്ത്. ഇവരെ കൊണ്ട് എന്തോ ചെയ്യാനത്? എല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കാന്ന് വിചാരിച്ചാലോ, ആ കുരിപ്പ് ഉടനെ വരും. ചുലുമാമ, നമുക്ക് കളിക്കാം. എടാ പോടാ കൊച്ചേർക്കാം, പോ. വാ കളിക്കാം. എന്നോടൊക്കെ നല്ല തൂല്. ഞാൻ പിന്നെ പണ്ടേ സുന്ദരനല്ലയോ. നമുക്ക് എന്നാ ദോക്കത്ത് വിത്ത് കളിക്കാം. ദോക്കത്തോ? ഷൂ മിഷയില് പോവാൻ പോവാണ്. ഷൂ ഊട്ടക്കാത്തൊരു മിഷയില് താഴോട്ട് പോവാണ്. റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ചൂലിന്റെ ഈർക്കിൽ ഒരു കളിക്കുവാണല്ലോ. അടുത്ത മിഷയില് പോവാണ്. അടുത്ത മിഷയില് ദേ പോകുന്നു. കെന്റിടല്ലെന്ന്, ഈർക്കിലൊരു കെന്റിടല്ലെന്ന്. ഇനി മിഷയില് വരാതെ. ഞാൻ 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈർക്കിലെടുത്ത് കണക്ട് ഇടല്ലേ. കണ്ടോ എന്റെ അവസ്ഥ കണ്ടോ? ഞാൻ നല്ല പോലെ തടിച്ചിരുന്നതാ. ഈ ഒരൊറ്റ കൊച്ചു കുരിപ്പ് കാരണമാ ഇങ്ങനെ മെലിഞ്ഞ ഈ അവസ്ഥയിലായത്. ഇതൊക്കെ പിന്നെയും പോട്ടെന്ന് വെക്കാം. എനിക്ക് ഇഷ്ടപ്പെടാത്ത വേറൊരു കാര്യമുണ്ട്. ആ ലോണിന്റെ കാര്യം റെഡി ആയിട്ടുണ്ട്. ഞാനത് പോയി മേടിച്ചിട്ട് വരാം കേട്ടോ. പെണ്ണുമ്പോള എന്റെ വീടിന്റെ ബാക്കിലത്തെ വീട്ടുകാരാ. കാര്യം ശരിയാ. പക്ഷെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ ശകുനായിട്ട് ഈ ചൂലും പിടിച്ചോണ്ട് ഇങ്ങനെ നിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ലേ പെണ്ണുമ്പോള, ചൂലൊരു ശകുനപ്പഴയാണ്. ഇത് കടുപോയ ഒരു കാര്യം നടക്കത്തില്ല. ഇതാണ് എനിക്ക് പിടിക്കാത്ത. എല്ലാ നല്ല കാര്യത്തിനും ഞാൻ വേണം. തറ തൂക്കാൻ ഞാൻ വേണം, ബെഡ്റൂം തൂക്കാൻ ഞാൻ വേണം. എന്തിനേറെ പറയുന്നു, പൂജാമുറി വരെ തൂക്കാൻ ഞാൻ വേണം. ഞാൻ എങ്ങനെ ശകുനപ്പഴയാവും? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. ഭാസ്കരേട്ടാ, ഒരുമാതിരി ചൂല് വർത്താനം പറയല്ലോ കേട്ടോ. ചൂല് നിന്റെ തന്തയാടാ. എന്നെ ചൂലെന്ന് വിളിച്ചാണ്ടല്ലോ. നിന്റെ അച്ഛൻ ചൂല്, നിന്റെ അപ്പൂപ്പൻ ചൂല്, നിന്റെ അമ്മാവൻ ചൂല്. അവന്റെ അപ്പൂപ്പൻ ചൂലെന്ന് പതാ. നിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ചൂല്. ചൂല് നിന്റെ കാട്ടുവാസി തന്ത ചൂലാടാ. വൃത്തിയില്ലാത്ത സ്ഥലത്തെ വൃത്തിയാക്കുന്നവരിൽ ഞാൻ എങ്ങനെ അശുഭാവും? ഞാൻ ഐശ്വര്യം കൊണ്ടുത്തരുന്ന ഒരാളല്ലേ. അപ്പൊ ഞാനല്ലേ ഐശ്വര്യ ദേവൻ. അത്തനും അമ്മ ഇതില്ല. കൊച്ചൂരിപ്പ് വീണ്ടും വരുന്നുണ്ടോ കേട്ടോ. വാ, നമുക്ക് കിണറ്റിലെ ദോക്കത്ത് വെച്ച് കളിക്കാം. അയൽക്കൂട്ടത്തിന് പോകുമ്പോ ഞാൻ എന്തിനു? വാ, നമുക്ക് പോകുന്ന വതിക്ക് റോക്കറ്റ് വിറ്റ് പോവാ. കുടുംബശ്രീയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ വർഷത്തെ നമ്മുടെ കുടുംബശ്രീയുടെ ലോണിന്റെ കാര്യങ്ങളാണ് എല്ലാരോടും പറയാൻ പോകുന്നത്. വന്നല്ലേ, താമസിച്ചൊന്നും 10 രൂപ ഫൈൻ ഉണ്ട്. ഇങ്ങോട്ട് കേറി. 10 രൂപ ഇവിടെ ഇരിക്കട്ടെ. ആർക്കൊക്കെ ഇത്തവണ ലോൺ കൊടുക്കുന്നേ? അമ്മേ, ഇതിന്നെ കടിയും ചായ ഉണ്ടോ ചോദിക്കണേ. അവിടെ കടി ആദ്യം തീർക്കട്ടെ, എന്നിട്ട് കടിയും ചായ ഒക്കെ മേടിക്കും.
മതി. ആഹാ, അടിക്കൂട്ടം മൂത്ത് വരുന്നുണ്ടല്ലോ. അല്ല, ഇവരെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ബുക്കിംഗ് എടുത്തേ. ഈ കൊല്ലം ലോൺ കൊടുക്കാൻ പോകുന്നത് സുഷമ്മ, സുലോചന, സുമിത്ര, ശ്രീദേവി. അമ്പടി, ഈ സുഷമ്മ ആരാ? സുഷമ്മ ഞാനാ. അപ്പൊ സുലോചനയോ? സുലുവിന്റെ പെങ്ങളാ. അപ്പൊ സുമിത്ര ഈ ഇരിക്കുന്നതിന്റെ ഇളയ ചേച്ചി ആയിരിക്കും അല്ലയോ? എങ്ങനെ മനസ്സിലായി? അപ്പൊ ഈ ശ്രീദേവി ആരാ? അതെന്റെ അമ്മയാ. അപ്പൊ നിങ്ങളുടെ കുടുംബക്കാർക്ക് വീട്ടുകാർക്ക് മാത്രം ലോൺ കൊടുക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങളെ എന്തിനാണ് വിളിച്ചു വരുത്തുന്നേ? പാപ്പം കിട്ടിയില്ല. അടിമുറുകുന്നുണ്ട്, അടിമുറുകുന്നുണ്ടേ. അങ്ങനെ ഒരു വർത്താനം ഞാൻ ഈ അയൽക്കൂട്ടത്തിന് കയ്യാതിയല്ലയോ? ചുമ്മാ കീഴി പ്രണയ പരാഗില മലരേ Rest in peace. അമ്മ നമ്മുടെ തൂല്. അയ്യോ, എന്നെ കൊന്നേ.